സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹ വൈദ്യ അറിവുകളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് പേരക്കയെക്കുറിച്ചാണ്. എന്തോരം പേരക്ക നശിച്ചു പോകുന്നു. ആ പേരക്കയിലുള്ള ഗുണങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം. പേരക്ക ഇംഗ്ലീഷിൽ ഗുവ എന്നും പറയുന്നു. വൈറ്റമിൻ സി, വൈറ്റമിൻ എ, കൂടുതൽ ഫൈബർ, ഏറ്റവും കൂടിയ അളവിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ലഭിക്കുന്നതാണ് പേരയ്ക്ക. ഓർക്കണം, നമ്മളുടെ ക്യാൻസർ വരാനുള്ള കാരണം ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ കുറവുകളാണ്. അപ്പോൾ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ കുറവുകളെ നിറവുകളാക്കി മാറ്റാനായിട്ട് നമുക്ക് കഴിയണം. അതിന് നമ്മൾ ഈ പഴങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇനി അതിന് നമുക്ക് കിട്ടാവുന്ന ഗുണങ്ങളും കൂടെ കേൾക്കാം. ആമാശയത്തിന് വളരെ നല്ലതാണ്. വയറിലെ ദഹനം പ്രക്രിയയ്ക്ക്, ആമാശയങ്ങൾക്ക്, ആമാശയ ഭിത്തികൾക്ക് ഒക്കെ വളരെ നല്ലത്. കുടൽ രോഗങ്ങളെ ചെറുക്കുന്നു. വായിലുണ്ടാകുന്ന രോഗങ്ങൾക്ക് നല്ലത്. വായിൽ പഴുത്ത് പൊട്ടുക, വ്രണങ്ങളായിട്ട് വരിക, മുറിവുണ്ടാക്കുക, അതൊക്കെ അൾസർ, മൗത്ത് അൾസറിനൊക്കെ. ത്വക്ക് രോഗങ്ങൾക്ക് വളരെ നല്ലത്. തൊലിപ്പുറമേ ഉണ്ടാകുന്ന ചൊറിച്ചിൽ, തൊലിപ്പുറമേ ഉണ്ടാകുന്ന പൊട്ടൽ, കീറൽ, ഇടക്കിടക്ക് പഴുക്ക്, ഇടക്കിടക്ക് കുരുവര്, അതിനൊക്കെ വളരെ ബെസ്റ്റ്. രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു, BP കുറയ്ക്കുന്നു, നല്ലത്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ കുറയ്ക്കുന്നു. കണ്ടോ, പേരക്കയ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ കുറയ്ക്കുന്നു. അപ്പോൾ പ്രമേഹമുള്ളവർ ഒന്നോ രണ്ടോ പേരക്ക ഒരു ദിവസം കഴിക്കുന്നത് വളരെ നല്ലതെന്ന് ചുരുക്കം. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ കുറയ്ക്കുന്നത് കൂടാതെ ഗർഭിണികൾക്ക് ഇത് വളരെ നല്ലതാണ്. ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന ശാരീരിക, മാനസിക അസ്വസ്ഥതകൾക്കൊക്കെ വളരെ ഫലം ചെയ്യുന്ന ഒന്നാണ് പേരക്ക. അപ്പോൾ പേരക്ക കഴിക്കാൻ മറക്കരുത്. നല്ല പേരക്ക ഒരെണ്ണമെങ്കിലും വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം. അതിലെ പഴവർഗ്ഗങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങണം. അങ്ങനെ നമ്മളുടെ പല രോഗങ്ങളെയും മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും. പല വരാവുന്ന മാരക രോഗങ്ങളെയും വരുമ്പോൾ തന്നെ അതിനെ കളയാനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ ഈ പഴവർഗ്ഗങ്ങൾ കുറിച്ച് നിങ്ങൾ പഠിക്കണം. ഈ കഴിഞ്ഞ ദിവസത്തെ മുഴുവൻ ക്ലാസ്സുകളും പഴവർഗ്ഗങ്ങളെക്കുറിച്ചായിരുന്നു. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പഴവർഗ്ഗങ്ങളിൽ ഒരു കരുതലായി കൊണ്ട് നടക്കണം. കഴിഞ്ഞ ദിവസം ചോദ്യം ഇതാണ്: ഗ്ലൂക്കോസിൻ്റെ അളവിനെ കുറയ്ക്കുവാൻ സഹായിക്കുന്ന ഒരു ഔഷധച്ചെടിയുടെ പഴമേത്? ഉത്തരം പേരക്കയായിരുന്നു. ഇന്ന് പേരക്കയെക്കുറിച്ച് പറയുമ്പോൾ അഡ്വാൻസ് ആയിട്ട് പേരക്ക തന്നെയായിരുന്നു. ഇന്നത്തെ ചോദ്യം ഇതാണ്: വൃക്ക രോഗങ്ങളെ വരാതിരിക്കാനായിട്ട് കഴിയുന്ന ഒരു ഔഷധച്ചെടിയുടെ പഴമുണ്ട്, അതേതായിരിക്കും? ഉത്തരം നൽകണം. കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.